ഹലോ, ഞാൻ ഇന്ന് നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ലക്ഷ്മിയുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ റെഡിയായിട്ട് അവളുടെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ഫ്രണ്ട്സല്ലേ, കുറച്ച് നേരത്തെയൊക്കെ പോകണ്ടേ. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇങ്ങനെ ഉണ്ട്, കൊള്ളാവോ? അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പോവുക. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. സച്ചൂട്ടനാണെങ്കിൽ കിടന്ന് ഉറങ്ങുക. അപ്പോൾ റിച്ചൂട്ടൻ അവിടെ താഴെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് അങ്ങ് പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അവൾ ഓൾറെഡി സെറ്റായിരുന്നു. അവൾ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം പുള്ളിക്കാരി ഒരു നാടൻ ലുക്കാണ്, അങ്ങനെ വലിയ മേക്കപ്പോ കാര്യങ്ങളോ അങ്ങനെ ഉള്ളതൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ അവളെ ഈ ഒരു ഡ്രസ്സിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. പിന്നെ അവളുടെ കസിൻസുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവരെടുത്തു. അപ്പോൾ ഇത് ഞങ്ങൾ മൂന്നുമാണ് തിക്ക് ഫ്രണ്ട്സായിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്തേക്കുന്നതാണ് രേഷ്മ കേട്ടോ. സച്ചൂട്ടിനെ വീട്ടിൽ ഉറക്കി ഇട്ടിട്ട് വന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവ ഉണന്ന് കരച്ചിൽ തുടങ്ങി. ഇപ്പം ഞാൻ അവൻ്റെ അടുത്തോട്ട് പോവാം. എൻ്റെ കൊച്ചു കരഞ്ഞ് നോക്കും. അപ്പോൾ അവൻ കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഇരിക്കും, പിന്നെ വലിയ പാടാണ്. പിന്നെ അവൻ വീട്ടിൽ വന്നതിന് ശേഷം ഒരു 4-5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ മഴ. പക്ഷെ പെയ്തെങ്കിലും കല്യാണത്തിനൊക്കെ പോകാനുള്ളൊരു സമയമൊക്കെ ആയപ്പോഴത്തേന് തോർന്ന് പിന്നെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഈ മഴയുടെ കോളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഞാനും സച്ചൂട്ടനും റിച്ചൂട്ടനും കൂടെ പിന്നെ രണ്ടാമത് പോയത്. റിച്ചൂട്ടനെ ഞാനൊരു സൈഡിലങ്ങ് ഒതുക്കി ഇരുത്തി. അവിടെ എന്തോ തോന്നിയോ അങ്ങനെ അങ്ങ് ഇരുന്ന്. പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയി. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിലെ ഒരേ ഒരു ആൺതരി ശബരി. ഞാനും അവനോടെ കഴിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേനൊക്കെ അമ്പാടി അവർ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കഴിച്ചു, ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവർ മടങ്ങി കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ വിശേഷം നാളെ കാണാമേ. ടാറ്റാ.